ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നോമ്പും പെരുന്നാളൊക്കെ അങ്ങനെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഞാനിന്നൊരു ഉന്നക്കായ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇത് നോമ്പിന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എടുത്ത് വെച്ചതാണ്. പിന്നെ അങ്ങനെ തിരക്കായിപ്പോയി, അങ്ങനെ ഇപ്പോഴാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വെരി സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇത് കാണുമ്പോൾ ഒക്കെ അത്രയും പണിയുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കാൻ വെരി സിമ്പിളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്ര വലിയ അധികം പഴുക്കാത്ത പഴം എടുക്കുക. ഒരു 3-4 പഴം ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നുറുക്കിയൊരു 2 വിസിലൊക്കെ അടിച്ചിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. വല്ലാണ്ട് അളിഞ്ഞു പോവരുത്. നല്ലോണം അധികം നല്ലോണം പഴുപ്പായ പഴമിട്ട് പറ്റില്ല കേട്ടോ. ഒരു അത്യാവശ്യം പഴുത്ത് തുടങ്ങിയത്. അപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ പഴത്തിന് നടുകിലുണ്ടാവുമല്ലോ ഒരു കറുത്തൊരു ചെറിയ കുരുമാരിയുള്ള ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ എടുത്ത് കളയാം കേട്ടോ. ഞാനതൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഇത് പിന്നെ ചൂടാറിയപ്പോൾ ചൂടോടെ നല്ല നാറിനതിൻ്റെ മുമ്പ് ചൂടോടെ കുത്തി അളിച്ചെടുത്തിക്കണം കേട്ടോ. വല്ലാണ്ട് ചൂടാറിയാൽ പെട്ടെന്ന് അളിഞ്ഞ് കിട്ടൂല. അപ്പോൾ നമുക്ക് പറ്റ ചൂടാറിനതിൻ്റെ മുമ്പായിട്ട് ഇത് നല്ലോണം കുത്തി അളിച്ചെടുക്കുക. ഇനി മിക്സിയിൽ ജാറിലിട്ടൊന്നും കറക്കിയാലും മതി. അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങനെ കുത്തി അലിച്ചെടുത്താൽ മതി. ഇതതുപോലെ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഉരുട്ടി വെക്കുക. എന്നിട്ട് നമുക്കിനി അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകണ വരെ നമുക്കിത് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് അതിൻ്റെ തൊലിയാണ് മാറ്റിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതിന്നൊരു സ്മെല്ലിങ്ങനെ വരും. ഈ ഏലക്കായ ഇട്ടതുകൊണ്ട് നല്ല സ്മെല്ലിങ്ങനെ വരും ഇത് വറവാകുമ്പോൾ. അപ്പോഴാണ് നമ്മളിത് ഇറക്കി വെക്കാൻ പോണത്. അപ്പോൾ തീയൊക്കെ ഓഫാക്കി ഇറക്കി വെച്ച് ഈ സമയത്താണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് പിന്നെ നമ്മളിത് കത്തിക്കരുത്. പിന്നെ ആ ചൂടിലിങ്ങോട്ട് അലിഞ്ഞ് ചേരണം. വല്ലാണ്ട് അലിഞ്ഞ് വെള്ളമാവും ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ല മിക്സ്ഡ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും ഏലക്ക പൊടിച്ചതും മാത്രമാണ് കേട്ടോ ഇതിലിടുന്നത്. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. ഒന്നും കൂടെ ചൂടാറണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ ആ പഴത്തിൻ്റെ അത് ഓരോ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കൂലേ, ആ ഒരു സൈസിൽ എടുത്തിട്ട് ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും കയ്യിൽ തടവിയിട്ട് അതുപോലെ ഓരോ കുഞ്ഞു ബോൾസുകളാക്കിയിട്ട് അങ്ങനെ വെക്കണം. ഞാനിവിടെ ഓരോ ബോൾസും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ ഇതുമാതിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും കയ്യിലാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണത്. നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. വല്ലാണ്ട് കനം കുറയുമ്പോഴേക്കും ഇത് പൊട്ടും കേട്ടോ. അപ്പോൾ വല്ലാണ്ട് കനം കുറയണ്ട. അത്യാവശ്യം നമുക്കൊരു കട്ടി കുറവുള്ള മാതിരി തോന്നണ വരെ അങ്ങനെ പരത്തി കൊടുക്കുക. കൈ ഒട്ടി പിടിക്കണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ ലേശം ഓയിൽ എന്തെങ്കിലും ആയി കൊടുക്കുക. നമ്മൾ ഈ കൂട്ട് ഇതിൽ വെച്ച് ഒന്നിങ്ങോട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നാൽ അവിടെ ഒട്ടി പിടിച്ച് അവിടെ നിൽക്കും. അങ്ങനെ അമർത്തി കൊടുക്കുക.
അപ്പോൾ അതിലവിടെ അങ്ങനെ ഒട്ടി നിൽക്കും. ഷുഗറൊക്കെ അല്ലേ വേഗം. ഇത് മെല്ലെ കൂട്ടി കൊടുക്കുക. കൂട്ടുമ്പോൾ അത് പുറത്തേക്കൊന്നും ആവരുത്. പുറത്തേക്കൊക്കെ ആവാതെ പെട്ടെന്ന് കേട്ടോ, കൂട്ടാനൊക്കെ പെട്ടെന്നാണ്. എന്നിട്ട് അത് കൂട്ടിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ അങ്ങനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഇതുപോലെ എല്ലാ ബോൾസും ഇങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതുണ്ടാക്കാൻ വേഗമാണ് കേട്ടോ. പഴം, തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കായും മാത്രം മതിയല്ലോ. പിന്നെ കുറേ നമുക്ക് നിന്ന് ഇതാവാനൊന്നുമില്ല, മുഷിയാനൊന്നുമില്ല. ഇത് വേഗമാണ് ഉണ്ടാക്കാൻ. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ അതുപോലെ ഓരോന്നും കയ്യിൽ വെച്ചിങ്ങാണ്ട് പരത്തിയിട്ട് ഇതുപോലെ ഉരുട്ടി അങ്ങനെ എടുക്കുക. അപ്പോൾ അതാ ഒക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക്, നല്ല ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് വേണം ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അതിൽ കടന്നിങ്ങനെ എണ്ണ ചൂടാവരുത്. നല്ല എണ്ണ ചൂടായതിന് ശേഷം ഇത് ഓരോന്നിട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 പുറം 3 പുറമൊക്കെ പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ട് മെല്ലെ വറുത്തിന് കോരിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാത്തവരൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, എങ്കിലും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഉന്നക്കായൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ കേട്ടോ എല്ലാവരും ഉണ്ടാക്കൽ ഇതുപോലെ തന്നെ ആയിരിക്കും. ഇനി ഇതൊന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണേ എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഞാനുണ്ടാക്കിയത് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നിങ്ങളും ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിനും പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. എന്തായാലും എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.